ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച കുട്ടികളൊക്കെ വളർന്നു വലുതായി പിന്നീട് ഒരുമിച്ച് കൂടുന്ന ഒരു പതിവുണ്ട്. ഇപ്പോൾ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്, ഫേസ്ബുക്ക് കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുമിച്ച് കൂടി ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഓക്കെ, അങ്ങനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിൽ പഠിച്ച അവരുടെ ആ ബാച്ചുകാരെല്ലാവരും ഒരിക്കൽ ഒരു തീരുമാനമെടുക്കുകയാണ്, നമുക്കൊന്ന് ഒരുമിച്ച് കൂടണം. നമ്മൾ ഇതുവരെയായിട്ട് ഒരുമിച്ച് കൂടിയിട്ടില്ല പഠനത്തിന് ശേഷം. അപ്പോൾ അവർ വിചാരിക്കുകയാണ് നമുക്കൊന്ന് ഒരുമിച്ച് കൂടണം. ഇതേപോലെ തന്നെ അവർക്കും ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചിന്തിച്ചു എവിടെയാണ് നമുക്ക് ഒരുമിച്ച് കൂടേണ്ടത്. അങ്ങനെ അവർ പലരും ഓരോ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ന സ്ഥലത്ത് വയ്ക്കാം, ഇന്ന സ്ഥലത്ത് വയ്ക്കാം. അതിനിടയിൽ അവരുടെ കൂട്ടത്തിലെ ഒരു വ്യക്തി ജോൺ എന്ന് പറയുന്ന വ്യക്തി ഉടനെ തന്നെ അതിൽ പറഞ്ഞു, ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും, ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം, നിങ്ങളെല്ലാവരും ഈ നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ നിങ്ങളെല്ലാവരും അവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന്റെ ഫോട്ടോസ് അവൻ ഗ്രൂപ്പിലിട്ട് കൊടുത്തു. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. കാരണം അത്രയും വലിയൊരു ബംഗ്ല, അതിന്റെ ചിത്രമാണ് അവൻ അയച്ചിരിക്കുന്നത്. വലിയൊരു ഫാമിന്റെ സെന്ററിലാണ്, വലിയൊരു ഫാം ലാൻഡിന്റെ സെന്ററിലുള്ള ഒരു ബംഗ്ല, അതിന്റെ ചിത്രമാണ് അവ അയച്ചു കൊടുത്തത്. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്, നമുക്ക് എല്ലാവർക്കും അവിടെ കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ദിവസം അവരെല്ലാവരും അവിടെ എത്തിച്ചേർന്നു. എല്ലാവരുടെയും മുമ്പിൽ തന്നെ ജോണും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നപാടെ അവിടെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു, പാട്ട് പാടുന്നു, ആഘോഷിക്കുന്നു. അതിനിടയിൽ അവർ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാഴ്ച, എല്ലാവരും വന്നപാടെ ചായക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വിസിറ്റേഴ്സ് ഒക്കെ വന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത്, ഇവിടെ വന്നവരെല്ലാവരൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർ കണ്ടൊരു കാഴ്ച, അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഗോൾഡൻ ഫ്രെയിമിലായിട്ട് ഒരു പഴയ പേപ്പർ, ചുക്കിച്ചുളിഞ്ഞ മുഷിഞ്ഞ ഒരു പഴയ പേപ്പർ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നു. എൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒത്തിരി സംശയമായി. ഇത്രയും വലിയ മനോഹരമായ ബംഗ്ല, അതിൻ്റെ ഉള്ളിലെ മുഷിഞ്ഞ ഒരു പേപ്പറിൽ ഇങ്ങനെ ഗോൾഡൻ ഫ്രെയിമിൽ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. ഉടനെ തന്നെ ജോൺ അവരോട് ഒരു കഥ പറഞ്ഞു. ഇതിൻ്റെ ഉടമസ്ഥൻ്റെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ജോൺ എല്ലാവരുടെ ചുറ്റും, അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി ഉടനെ തന്നെ ജോൺ അവരോട് പറയാണ്, ഈ ഫാമിൻ്റെ ഉടമസ്ഥൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്, കുട്ടിക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് ഏറിയിട്ടാണ് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഉടമസ്ഥൻ്റെ അച്ഛൻ ഒരു കുതിരാലയത്തിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു കുതിരകളുടെ ട്രെയിനറാണ്. അപ്പോൾ പലപ്പോഴും കുതിരകൾക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട്, കുതിരകളെ പരിചരിക്കാനായിട്ട് കുതിരാലയങ്ങളിൽ നിന്ന് മറ്റൊരു കുതിരാലയത്തിലേക്ക് പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകന്റെ പഠനവും പലപ്പോഴും തടസ്സപ്പെട്ടിരുന്നു. ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ആവശ്യം വന്നിരുന്നു. അതിനാൽ തന്നെ അവനും പല സ്ഥലങ്ങളിലും മാറി മാറിയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അവന്റെ പഠനം പലപ്പോഴും തടസ്സപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവൻ ഒരിക്കൽ ഒരു മുതിർന്ന ക്ലാസ്സിലെത്തിയപ്പോൾ അവിടുത്തെ മലയാളം അധ്യാപിക അവനോട് പറഞ്ഞത്, അവരുടെ ക്ലാസ്സിൽ പറഞ്ഞ നിർദ്ദേശം ഇതാണ്, നാളെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി കൊണ്ടുവരണം. ഓക്കെ, അങ്ങനെ വിദ്യാർത്ഥികളെല്ലാവരും അവരവരുടെ സ്വപ്നങ്ങൾ അന്നത്തെ രാത്രിയിൽ എഴുതി. അവനും എഴുതി. അവൻ്റെ സ്വപ്നം അവൻ എഴുതിയത് 7 പേജുകളിലായിട്ടാണ്. അവൻ്റെ സ്വപ്നം ഇങ്ങനെയായിരുന്നു, എനിക്ക് 200 ഏക്കർ സ്ഥലമുള്ള വലിയൊരു ഫാം ലാൻഡ് വേണം. അതിൻ്റെ ഒത്ത നടുക്ക് 4000 സ്ക്വയർ ഫീറ്റിൽ എനിക്കൊരു വീട് വേണം. മാത്രമല്ല 1000കണക്കിന് കുതിരകളുള്ള വലിയൊരു കുതിരാലയം എനിക്ക് വേണം. അവയെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ട്രെയിനേഴ്സിന് ആവശ്യമുണ്ട്. അവിടെ വേണ്ട ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറുകളും സ്ക്വയർ ഫീറ്റും എല്ലാം അവൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വെൽ പ്ലാൻഡ് ആയിരുന്നു. അവനെല്ലാം അത്രയും വ്യക്തമായി 7 പേജുകളിലായി ഇത് വർണ്ണിച്ചു. തൊട്ടടുത്ത ദിവസം അതിരാവിലെ അവൻ്റെ ടീച്ചറുടെ മുന്നിൽ അവൻ ഈ പേപ്പർ പ്രസന്റ് ചെയ്യാണ്. ഓക്കെ, ടീച്ചർ എല്ലാവരുടെയും പേപ്പർ കളക്ട് ചെയ്യുന്നു, അവൻ്റെ പേപ്പറും നോക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ടീച്ചർ ഉച്ച കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പീരീഡ് ഈ പേപ്പറുകളൊക്കെ തിരികെ കൊടുത്തു. ഇവൻ്റെ പേപ്പറിൽ മാത്രം ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, മീറ്റ് മീ, ക്ലാസ് കഴിഞ്ഞാൽ കാണണം. ഓക്കെ, ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇവൻ വല്ലാത്ത ആകാംക്ഷയോടുകൂടി ടീച്ചറെ കാണാൻ ചെന്ന ഉടനെ തന്നെ ടീച്ചർ അവനോട് പറഞ്ഞു, നിന്റെ സ്വപ്നം ഒരിക്കലും റിയലിസ്റ്റിക് അല്ല. നിനക്കറിയാമല്ലോ, നീ സാമ്പത്തികമായി ഒരുപാട് താഴെ നിൽക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ്. നിന്റെ അച്ഛൻ്റെ ജോലി ഇതാണ്. മാത്രമല്ല നിനക്ക് ഇത്രയും ഏക്കർ സ്ഥലം,
200 ഏക്കർ സ്ഥലം സ്വന്തമാക്കണമെങ്കിൽ എത്രമാത്രം പൈസ വേണം? അതൊരിക്കലും സാധിക്കുന്ന സ്വപ്നമല്ല. പോട്ടെ, അതിന്റെ ഒത്തുനടുക്ക് 4000 സ്ക്വയർ ഫീറ്റിന്റെ വലിയൊരു ബംഗ്ല വേണമെന്നാണ് നീ പറയുന്നത്. അതും ലഭിക്കുന്ന കാര്യമല്ല. നീ ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും നിന്നെ കൊണ്ട് സാധിക്കില്ല. നിനക്കാണെങ്കിൽ വിൽക്കാനായിട്ട് ഒന്നും തന്നെ കയ്യിലില്ല. മാത്രമല്ല, അതിലേക്ക് ട്രെയിനേഴ്സിനെ വേണം, കുതിരകളെ വേണം. ഇതൊന്നും ഒരിക്കലും ലൈഫിൽ നടക്കുന്നതല്ല. അതുകൊണ്ട് നിനക്ക് സ്വപ്നം കാണാൻ കഴിയേണ്ടത് നിനക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിന്റെ സ്വപ്നങ്ങൾ റിയലിസ്റ്റിക് അല്ല. അതുകൊണ്ട് ഒരുപാട് മനക്കോട്ട കെട്ടാതെ നീ ഒരു കാര്യം ചെയ്യുക. നിന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു സ്വപ്നം എഴുതി വരിക. അവന് അവന്റെ പേപ്പറിൽ ടീച്ചർ ഇട്ട് കൊടുത്ത ഗ്രേഡ് E ഗ്രേഡ് ആയിരുന്നു. ടീച്ചർ പറഞ്ഞു, നിന്റെ ഗ്രേഡ് ഞാൻ മെച്ചപ്പെടുത്താം, പക്ഷെ നീ വീണ്ടും ഒരു പേപ്പർ കൂടി എനിക്ക് പ്രസന്റ് ചെയ്യണം. നിന്റെ യഥാർത്ഥത്തിലുള്ള സ്വപ്നം, നിനക്ക് എത്തിപ്പിടിക്കാവുന്ന സ്വപ്നം എഴുതി. അവൻ അവന്റെ പേപ്പറും വാങ്ങി നിരാശയോടുകൂടി തിരികെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് അവൻ വൈകുന്നേരം ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആണ്. ആ സമയത്ത് അവന്റെ അച്ഛൻ കടന്നു വരാണ്. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനിങ്ങനെ എൻ്റെ സ്വപ്നങ്ങളൊക്കെ എഴുതിയിരുന്നായിരുന്നു. ഇതായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷെ എൻ്റെ ടീച്ചർ പറയാണ് ഇത് മാറ്റി എഴുതണമെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉടനെ അച്ഛൻ അവനോട് പറഞ്ഞു, നിന്റെ തീരുമാനങ്ങൾ അത് നിന്റേത് മാത്രമായിരിക്കണം. നീയാണ് തീരുമാനം എടുക്കേണ്ടത്. നിന്റെ കാര്യത്തിൽ മറ്റുള്ളവരല്ല. നിന്റെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത്. അതുകൊണ്ട് നിന്റെ ഉചിതമായ തീരുമാനം എന്തോ അത് മാത്രം നീ എഴുതുക. അത് മാത്രം ടീച്ചറെ അറിയിക്കുക. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി നീ അത് വിട്ടുകൊടുക്കരുത്. അവൻ മനസ്സിൽ ഒന്നുറപ്പിച്ചു. തൊട്ടടുത്ത ദിവസം അവൻ വീണ്ടും ടീച്ചറെ കണ്ടു. അതേ സെയിം പേപ്പർ നീട്ടിക്കൊണ്ട് അവൻ പറയുകയാണ്, ടീച്ചർ, ഞാനിത് മാറ്റി എഴുതാൻ തയ്യാറല്ല. ടീച്ചറുടെ ഗ്രേഡ് തന്നെ കീപ്പ് ചെയ്തുകൊള്ളൂ. ആ E ഗ്രേഡ് അത് തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കീപ്പ് ചെയ്തുകൊള്ളൂ. ഞാൻ എൻ്റെ സ്വപ്നവും കീപ്പ് ചെയ്തുകൊള്ളാം. എൻ്റെ സ്വപ്നം ഞാൻ സൂക്ഷിക്കാം, ടീച്ചർ ഗ്രേഡ് സൂക്ഷിച്ചോളൂ. ഇത്രയും പറഞ്ഞിട്ട് അവൻ തിരികെ നടന്നു. ഓക്കെ, എല്ലാവരും ഈ കഥ ചുറ്റും കൂടിയ അവൻ്റെ സുഹൃത്തുക്കളൊക്കെ കഥ കേട്ടു. എന്നിട്ട് അവൻ പറഞ്ഞു, ഈ ഉടമസ്ഥൻ അതിനുശേഷം ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രയത്നിച്ചു. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 4000 സ്ക്വയർ ഫീറ്റിലുള്ള വലിയൊരു ബംഗ്ലയിലാണ്. ഇത് 200 ഏക്കർ സ്ഥലത്തിന് ഒത്ത നടുക്കാണ് ഈ ബംഗ്ല നിൽക്കുന്നത്. ഇവിടെ ആയിരക്കണക്കിന് കുതിരകളുള്ള വലിയൊരു കുതിരാലയം ഇതിൻ്റെ അങ്ങേയറ്റത്ത് നിൽപ്പുണ്ട്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ഒത്തിരി ട്രെയിനേഴ്സ് ഉണ്ട്. അതെ, ഈ ബംഗ്ലയുടെയും ഈ സ്ഥലത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അത് ജോൺ എന്ന് പറയുന്ന ഈ ഞാൻ തന്നെയാണ്. അതെ, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ എന്നെ കൊണ്ട്, നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു, നിങ്ങളും എഴുതിയതായിരുന്നു അങ്ങനെ ഒരു സ്വപ്നം. കൂട്ടത്തിൽ ഞാൻ എഴുതിയ സ്വപ്നമായിരുന്നു അത്. എനിക്ക് കിട്ടിയ ഗ്രേഡായിരുന്നു E ഗ്രേഡ്. ആ സ്വപ്നത്തിന് വേണ്ടിയാ ഇത്രയും കാലം ഞാൻ അധ്വാനിച്ചത്. എല്ലാവരും നിശബ്ദരായി. നിങ്ങളുടെ സ്വപ്നങ്ങൾ മോഷ്ടിക്കാനായി ആരെയും നിങ്ങൾ അനുവദിക്കരുത്. ജോൺ ഒരു കാര്യം കൂടി ആഡ് ചെയ്തു. നമ്മുടെ ടീച്ചർ ഉണ്ടല്ലോ, നമ്മുടെ മലയാളം ടീച്ചർ, 4 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു ഒരു 30 കുട്ടികളെയും കൊണ്ട്. എന്നെ കണ്ടു, ഇതെല്ലാം കണ്ടു. ഉടനെ ടീച്ചർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജോൺ, അന്നത്തെ കാലഘട്ടങ്ങളിൽ ഒത്തിരി പേരുടെ സ്വപ്നങ്ങൾ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. ഒത്തിരി പേരുടെ പേപ്പറുകളിൽ നിന്നും അവരുടെ സ്വപ്നങ്ങൾ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് മാറ്റി എഴുതിച്ചിട്ടുണ്ട്. പക്ഷെ ജോൺ, നീ മാത്രം നിന്റെ സ്വപ്നം മോഷ്ടിക്കാനായി എന്നെ അനുവദിച്ചില്ല. അത് ഞാൻ ആവർത്തിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് എത്ര വലുതാകട്ടെ, എത്ര ചെറുതാകട്ടെ, നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, അതിനുള്ള പ്രയത്നമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.